بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك أوحينا إليك روحا من أمرنا ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا وإنك لتهدي إلى صراط مستقيم. صراط الله الذي له ما في السماوات وما في الأرض، ألا إلى الله تصير الأمور. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا من يجيب دعاء المضطر في الظلم، يا كاشف الضر والبلوى مع السقم، قد نام وفدك حول البيت وانتبهوا، وعين جودك يا قيوم لم تنمي. هب لي بجودك فضل العفو أنزل لي، يا من إليه رجاء الخلق في الحرم. إن كان عفوك لا يرجوه ذو خطئ، فمن يجود على العاصين بالنعم. يا رب صل على من حل بالحرم، طه الرسول الذي
قد خص بالكرم. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ, അതിലെ 5 ആയത്തുകളാണ് നാം 5 ദിവസം കൊണ്ട് സംസാരിച്ചിട്ടുള്ളത്. ആദ്യത്തെ ദിവസം ഫാത്തിഹയുടെ തീരത്ത് എന്ന വിഷയത്തിലൂടെ ഫാത്തിഹയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടുന്ന ധാരാളം കാര്യങ്ങളാണ് ഉണർത്തിയത്. ഇന്ന് നാം സംസാരിക്കുന്നത് ഫാത്തിഹ സൂറത്തിലെ 6-ാമത്തെ ആയത്ത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിനെ സംബന്ധിച്ചാണ്. നാളെ ഇൻഷാ അല്ലാഹ് ദിക്ർ ഹൽഖയോടനുബന്ധിച്ച് കുറച്ച് സമയം പ്രസംഗിക്കൽ നമ്മുടെ പതിവിൽ ഉണ്ടല്ലോ. ആ സമയത്ത് 7-ാമത്തെ ആയത്തിനെ സംബന്ധിച്ച് നാളെ അല്ലാഹു തൗഫീഖ് ചെയ്താൽ കൂടുതൽ വിവരണങ്ങൾ നൽകും. ഇന്നതിലേക്ക് കടക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ഉണർത്തുകയാണ്. ഇന്നത്തെ വിഷയം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിനെ ആസ്പദമാക്കി ലഭിക്കേണ്ടത് നേർമാർഗം എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പുകഴ്ത്തി പറയുന്ന, അവന്റെ സ്ഥാനം എടുത്തു പറയുന്ന ആയത്തുകൾ സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യത്തിൽ നമ്മെ പഠിപ്പിക്കുകയും നാം അത് പാരായണം ചെയ്യുകയും ചെയ്തുവല്ലോ. അതിനുശേഷമായി നാം അല്ലാഹുവിലേക്ക് അടുക്കുകയും അല്ലാഹുവിനോട് നേരിൽ സംസാരിക്കുന്ന രംഗത്തേക്ക് ഫാത്തിഹയുടെ ആദ്യ ഭാഗം ഓതിയ അടിമ എത്തിച്ചേരുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് അർത്ഥം കുറിക്കുന്ന ആയത്തിനെ സംബന്ധിച്ചാണ് ഇന്നലെ നാം വിവരിച്ചത്. അല്ലാഹുവിനോട് നേരിൽ സംസാരിക്കുന്ന ഒരു രംഗമാണ്. അടിമയും ഉടമയും തമ്മിൽ അടുത്തു കഴിഞ്ഞു. നീ എന്ന് അല്ലാഹുവിനോട് നേരിൽ സംസാരിക്കുന്ന രംഗത്തേക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യഭാഗം പഠിപ്പിച്ച ആശയങ്ങൾ വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും പ്രഖ്യാപിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്തതിന്റെ പേരിൽ മനുഷ്യൻ അല്ലാഹുവിനോട് നേരിൽ സംസാരിക്കുന്ന രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. ആ നിലക്കാണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു, സഹായം തേടുന്നു എന്ന അർത്ഥത്തിലുള്ള ആയത്ത് ഇന്നലെ നാം വിവരിച്ചിട്ടുണ്ട്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ഇബാദത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞല്ലോ. ഇന്നലെ നാം അത് വിശദമായി വിവരിച്ചിട്ടുണ്ട്. ആ ഇബാദത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതം യജമാനന് നന്ദി ചെയ്ത്, യജമാനനെ അറിഞ്ഞ് അവന് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ളതാ. എന്നാൽ പിന്നെ മനുഷ്യൻ കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ, മനുഷ്യൻ കൃഷി നടത്തുന്നുണ്ടല്ലോ, മറ്റു പലതും ഭൗതികമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടല്ലോ. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് ഇബാദത്തിന് വേണ്ടി മാത്രമാണല്ലോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകാം. മറുപടി വളരെ വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ദുർബലനായ മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നുവല്ലോ. ഈ ഭൂമി ലോകം അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള ലോകം ആണ്.
ആ ഇബാദത്ത് ചെയ്യണമെങ്കിൽ മനുഷ്യന് ഇവിടെ ജീവിക്കണം. ജീവിക്കാൻ അല്ലാഹു എന്തെല്ലാം സംവിധാനങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ടോ, അല്ലാഹു അനുവദിച്ചു കൊടുത്ത സംവിധാനങ്ങൾ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമേ മനുഷ്യന് ജീവിക്കാൻ കഴിയൂ. ജീവിച്ചാൽ മാത്രമേ മനുഷ്യന് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഇബാദത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്, ഇബാദത്തിന്റെ മാർഗമാണ്, ഉപാധിയാണ്, അതിൻ്റെ ആവശ്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കച്ചവടങ്ങളും കൃഷികളും ബിസിനസ്സുകളും ജോലികളും തൊഴിലുകളും പഠനങ്ങളും അധ്യാപനങ്ങളും സ്ഥാപനങ്ങളും എല്ലാം ഇവിടെ ജീവിക്കാനുള്ളതാണ്. ജീവിക്കുന്നത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ മനുഷ്യൻ ഒരിക്കലും തന്നെ ലക്ഷ്യം മറന്നുകൊണ്ട് ഈ ഉപാധിയിൽ കുടുങ്ങിപ്പോകാൻ പാടില്ല. ഞാൻ എന്തിനു കച്ചവടം ചെയ്യുന്നു? ഞാൻ കച്ചവടം ചെയ്യുന്നത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ബാപ്പക്കും ഉമ്മക്കും ബന്ധപ്പെട്ടവർക്കും ചെലവിന് കൊടുക്കാൻ വേണ്ടിയാണ്. അത് എനിക്ക് അല്ലാഹു എനിക്ക് നിർദ്ദേശം നൽകിയ ഒരു കാര്യമാണ്. പടച്ചവൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെയല്ലേ ഇബാദത്ത്? പടച്ചവനെ ബഹുമാനിച്ച് ഒരാള് കുറെ മേൽപോട്ട് തുള്ളിയാൽ അത് ഇബാദത്താകുമോ? അല്ലെങ്കിൽ പടച്ചവനെ ബഹുമാനിച്ചിട്ട് ഒരാള് 5 നേരം ഒരു സ്ഥലത്ത് പോയിട്ട് 10 മിനിറ്റ് കടന്നാൽ അത് ഇബാദത്താകുമോ? ശർഇന്റെ ദൃഷ്ടിയിൽ ഒരു കാര്യം ഇബാദത്താകുന്നത് അല്ലാഹു കൽപ്പിച്ച പുണ്യകർമ്മമാകുമ്പോഴാണ്. അല്ലാഹു കൽപ്പിച്ച പുണ്യകർമ്മം, അതാണ് ശർഇന്റെ ദൃഷ്ടിയിൽ ശർഇയായ ഇബാദത്ത്, പുണ്യം ലഭിക്കുന്ന കാര്യം. ഇബാദത്ത്, ഖുർബത്ത്, താഅത്ത് എന്നതിനിടയിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്ന ചില വിവേചനങ്ങൾ ഉണ്ട്. ഞാൻ ആ ആഴത്തിലേക്ക് കടന്നുകൊണ്ടല്ല ഇപ്പോൾ സംസാരിക്കുന്നത്, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി അവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന പുണ്യകർമ്മം, അതാണ് ഇബാദത്ത്. അപ്പൊ അല്ലാഹു ജല്ല ജലാലുഹു കൽപ്പിക്കാത്ത കാര്യങ്ങൾ ഇബാദത്താകുന്നില്ല. ഉദാഹരണത്തിന് നമ്മളോട് കച്ചവടം ചെയ്യണം എന്ന് പ്രത്യേകം ഒരു കൽപ്പന ഇല്ല. തീരെ ജീവിതത്തിൽ കച്ചവടം ചെയ്തില്ലെങ്കിൽ അല്ലാഹു തആല നമ്മളെ ശിക്ഷിക്കുകയില്ല. കൃഷി ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കുകയില്ല. യാത്ര ചെയ്തില്ലെങ്കിൽ നിർബന്ധമായ ഹജ്ജിന് വേണ്ടിയോ മറ്റോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയില്ല. പക്ഷേ ആ അനുവദിക്കപ്പെട്ട കാര്യങ്ങളും ഇബാദത്തിന്റെ രംഗത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെ? ദുബായിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ, അവന്റെ മനസ്സിൽ അവൻ ചിന്തിക്കുന്നു, അല്ലാഹുവേ, എന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ നീ എന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുത്താൽ പ്രതിഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ, ആ മക്കളുടെ ചെലവിന് കൊടുത്താൽ നീ പ്രതിഫലം നൽകുമല്ലോ, യാചിച്ച് ജീവിക്കരുത്, അധ്വാനിച്ച് ജീവിക്കണം എന്ന് നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അധ്വാനിച്ച് പണമുണ്ടാക്കി ജീവിക്കുകയാണ് മാനമായി. എനിക്ക് സദഖ ചെയ്യണമെങ്കിൽ കയ്യിൽ ക്യാഷ് വേണമല്ലോ. പള്ളിക്കും മദ്രസക്കും യതീം കുട്ടികൾക്കും സാധുക്കൾക്കും എല്ലാം കൊടുക്കണമെങ്കിൽ കയ്യിൽ ക്യാഷ് വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ദുബായിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നത് നീ കൽപ്പിച്ച ചെലവിന് കൊടുക്കൽ നിർബന്ധമായവർക്ക് ചെലവിന് കൊടുക്കാൻ, എനിക്ക് മാനമായി ജീവിക്കാൻ, എന്റെ നാട്ടിലെയും പരിസരങ്ങളിലെയും ദീനിയായ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ, സാധുക്കളെ കണ്ണീരൊപ്പാൻ, യതീം മക്കളെയും അഗതികളെയും അബലകളെയും എല്ലാം സഹായിക്കാൻ, അതിന് ഞാൻ അധ്വാനിക്കുകയാണ് എന്ന് മനസ്സിലാക്കി ഒരാൾ ദുബായിലേക്ക് പോയാലോ, എന്ന് മനസ്സിലാക്കി ഒരാൾ മലയിലേക്ക് കൃഷിക്ക് വേണ്ടി പോയാലോ, അത് മനസ്സിലാക്കി ഒരാൾ അങ്ങാടിയിലേക്ക് ചുമടെടുക്കാൻ വേണ്ടി പോയാലോ, ആ ചിന്തയിൽ ഒരു മനുഷ്യൻ കച്ചവടത്തിന് പോയാലോ, ആ ചിന്തയിൽ ഒരു ഡ്രൈവർ വണ്ടിയിൽ കയറി വണ്ടി ഓട്ടിയാലോ, ഒരു ക്ലീനർ അദ്ദേഹത്തിന്റെ ജോലി എടുത്താലോ, അദ്ദേഹത്തിന്റെ ഓരോ ചവിട്ടടികൾക്കും ഓരോ ചലനങ്ങൾക്കും ഓരോ പ്രവർത്തനങ്ങൾക്കും അത് അല്ലാഹു കൽപ്പിച്ചത് എന്ന നിലക്ക് തന്നെ പ്രതിഫലം ലഭിക്കും. അതുകൊണ്ടാണല്ലോ
സാലിഹീങ്ങളായ എത്രയോ ആളുകൾ മലയിൽ പോയി വിറക് കെട്ടിക്കൊണ്ടുവന്ന് ആ വിറക് വിറ്റ് കാശുണ്ടാക്കിയിട്ട് ഭക്ഷണം സ്വന്തം ഭക്ഷണം കഴിക്കുകയും അതുപോലെ കുടുംബത്തിന് ഭക്ഷണം നൽകുകയും അതിൽ നിന്ന് ഒരു ഓഹരി സാധുക്കൾക്ക് നീക്കിവെക്കുകയും ചെയ്തതിന്റെ പേരിൽ അത്തരത്തിലുള്ള എത്രയോ ആളുകൾക്ക് അല്ലാഹു ധാരാളം റഹ്മത്ത് ചെയ്തതും അവരുടെ ദുആക്ക് ഉത്തരം കൊടുത്തതുമൊക്കെ എത്രയോ ഹദീസുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ഏത് കർമ്മവും അല്ലാഹു പൊരുത്തപ്പെട്ട നിലക്കും അവന്റെ കൽപ്പനയ്ക്ക് വിധേയവുമാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ ഒരു നിലക്ക് എല്ലാം ഇബാദത്ത് തന്നെയാണ്, പുണ്യകർമ്മങ്ങൾ തന്നെയാണ്. പക്ഷേ നാം ഒരിക്കലും തന്നെ അല്ലാഹു നമുക്ക് നിർബന്ധമായി നിശ്ചയിച്ചു തന്ന കർമ്മങ്ങൾ വിട്ടുപോകുന്ന വിധത്തിൽ, അത് ഒഴിഞ്ഞു പോകുന്ന വിധത്തിൽ ഈ ഉപാധിയിൽ കുടുങ്ങിപ്പോകരുത്. കച്ചവടത്തിന്റെ തിരക്കിൽ ളുഹൂർ നിസ്കാരം മറന്നു പോകരുത്. കച്ചവടത്തിന്റെ തിരക്കിൽ അസർ ഖളായി പോകരുത്. ജുമുഅ നഷ്ടപ്പെട്ടു പോകരുത്. തെങ്ങ് കയറ്റി തേങ്ങ വർപ്പിക്കുന്നതിനിടയിൽ ജുമുഅ നഷ്ടപ്പെട്ടു പോകരുത്. അതുപോലെ സഹോദരന്മാരെ, ഏത് കാര്യങ്ങളും നല്ല കാര്യങ്ങളിൽ സമയം ചെലവഴിച്ചുകൊണ്ട് ആ സമയത്തുകൂടി പടച്ചവന്റെ അടിമത്വം പ്രകടിപ്പിച്ചു. ഞാൻ പൂർണ്ണനായ ഒരടിമയാണ്, ഉടമസ്ഥന് വിധേയമായി അവന്റെ കൽപ്പനയ്ക്ക് വിധേയമായി മാത്രം എന്റെ ഓരോ സെക്കൻഡും ചെലവഴിക്കുന്നവനാണ്. ഞാൻ ഉറങ്ങുന്നത് എന്റെ ആരോഗ്യം നിലനിൽക്കാനാണ്. ഞാൻ സുഖിക്കാൻ വേണ്ടിയല്ല ഉറങ്ങുന്നത്, എന്റെ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടിയാണ്. ഞാൻ കല്യാണം കഴിച്ച് ഭാര്യയുമായി ബന്ധപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകൾ ഇവിടെ ധാരാളം ഉണ്ടാകാനാണ്, ഇവിടെ മുഅ്മിനീങ്ങൾക്ക് ജന്മം നൽകാൻ വേണ്ടിയാണ് ഞാൻ ഭാര്യയുമായി ബന്ധപ്പെടുന്നത്. ദുർബലനായ മനുഷ്യനായ ഞാൻ ഭാര്യയുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ഞാൻ അല്ലാഹു വിരോധിച്ച ഹറാമിലേക്ക് പോയി പോകും. ആ ഹറാമിൽ നിന്ന് എന്റെ ശരീരത്തെയും എന്റെ ആത്മാവിനെയും എന്റെ സമയത്തെയും ഹലാലിലേക്ക് തിരിക്കാൻ വേണ്ടിയാണ്. അതിന്റെ പുറമെ എന്റെ ഭാര്യ, ഞാൻ വിവാഹം കഴിക്കുന്നതോടുകൂടി അവളോട് എനിക്ക് കടപ്പാടുണ്ട്. അവളുടെ ശരീരം തെറ്റിലേക്ക് നീങ്ങിപ്പോകാതിരിക്കാൻ അവൾക്കും അവളുടെ വികാര ശമനത്തിന് ഞാൻ സഹകരിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവൾ തെറ്റിലേക്ക് പോയതിന് ഞാൻ കാരണക്കാരനാകുന്നതാണ്. ഈ വിധത്തിൽ ഓരോ വിഷയങ്ങളും മഹാനായ സൈനുദ്ദീൻ അൽ മഅ്ബരി റളിയല്ലാഹു അൻഹു ഔലിയാക്കളെ വഴി പിന്തുടർന്നുകൊണ്ട് ജീവിക്കാൻ ഒരുങ്ങുന്നവർക്ക് അവിടുത്തെ കിതാബുൽ അദ്കിയായിൽ നിർദ്ദേശം നൽകിയപ്പോൾ മഹാനവറുകൾ പറഞ്ഞില്ലേ, അനുവദനീയമായ കാര്യങ്ങളിൽ ചെലവഴിക്കുന്ന സമയങ്ങൾ നല്ല നിയ്യത്ത് പ്രകാരം ചെലവഴിച്ചാൽ അത് മുഴുവനും ഖൈറായ വിഷയത്തിൽ ചെലവഴിക്കലായി. അതിന്റെ പേരിൽ നിനക്ക് അതാ ഓരോ ഖൈറിനും അല്ലാഹു പ്രതിഫലം തരുന്ന കൂട്ടത്തിൽ ഈ ഖൈറിനും പ്രതിഫലം തന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു കാരുണ്യമുള്ള രാജാവാണല്ലോ. അടിമയുടെ ഒരു സെക്കൻഡ് പോലും അവൻ അവന്റെ നിയ്യത്ത് നന്നാക്കിയെങ്കിൽ ഉടമസ്ഥൻ നഷ്ടപ്പെടുത്തുന്നതല്ല. അങ്ങനെ എല്ലാ സമയവും നമുക്ക് ഇബാദത്തിലായി നീങ്ങാൻ സാധിക്കും. ഏത് കാര്യം ചിന്തിക്കുമ്പോഴും ഞാൻ അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്നു എന്ന നിലക്ക് എല്ലാ ചലനങ്ങളും നടത്തുക. ചിന്തകളൊക്കെയും അല്ലാഹുവിൽ തന്നെയാക്കുക. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ആ നിയ്യത്ത് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കേണ്ടവൻ, നമുക്കതിന് ശാരീരികവും മാനസികവും സാമ്പത്തികമായ ശേഷി നൽകേണ്ടവൻ, അതിനാവശ്യമായതെല്ലാം ഒരുക്കി തരേണ്ടവൻ, അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ക്രമപ്പെടുത്തി തരേണ്ടവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ സർവ വിഷയങ്ങളിലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് തിരിയുന്നത് അല്ലാഹുവിലേക്കാണ്. അതാണ് ഇയ്യാക നസ്തഈൻ. ഇന്നലെ നാം അത് വിശദീകരിച്ചിട്ടുണ്ട്. ഏത് സൃഷ്ടികളിൽ നിന്ന് എന്ത് സഹായം കിട്ടുന്നുണ്ടെങ്കിലും അത് അല്ലാഹുവിങ്കിൽ നിന്നാണ്. അവൻ സഹായിക്കാതെ ഒരു സൃഷ്ടിക്കും മാനവകൾ തീരെ ദുനിയാവിനെ സ്നേഹിക്കാത്ത ആളാണ്. പക്ഷേ ഹറമിൽ വന്ന് അദ്ദേഹം
ചോദിച്ചു, എനിക്കാര് പണം കൊണ്ടുത്തരും, എനിക്കാര് പണം തരുമെന്ന് ചോദിച്ചു. മഹാനവറുകളുടെ മുന്നിൽ ഒരു വലിയ മുതലാളി ഒരു ചാക്ക് നിറയെ സ്വർണ്ണ നാണയം കൊണ്ടുവന്ന് മടിയിൽ ചൊരിഞ്ഞു കൊടുത്തു. മഹാനവറുകൾ എന്തിനാണ് ഹറമിൽ നിന്ന് പണം ചോദിച്ചത്? ഹറം ഷരീഫ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട സ്ഥലം അല്ലേ? അവിടുന്ന് മനുഷ്യന്മാരോട് പണം ചോദിക്കേണ്ട സ്ഥലമാണോ? പക്ഷേ മഹാനവറുകൾ പണം ചോദിച്ചത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി അല്ല, പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി മഹാനവറുകൾ ചോദിച്ചതാണ്, സ്വന്തം ആവശ്യത്തിന് വേണ്ടി അല്ല. വിനീതനായ ഞാൻ നിങ്ങളോട് ഇന്നലെ പണം ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചോദിച്ചതല്ല, എൻ്റെ ആവശ്യത്തിന് വേണ്ടി ചോദിച്ചതല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണ് ചോദിച്ചത്. ഇഖ്ലാസോടുകൂടെ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് വാങ്ങിച്ചു കൊള്ളണം. എനിക്കൊന്നും തരാൻ സാധ്യമല്ല, കൊടുക്കുന്നവൻ അള്ളാഹു മാത്രമാ. മഹാനായ അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹു, സാധുക്കൾ പലരും ചോദിച്ചിട്ട് പലരും കൊടുക്കുന്നത് കാണുന്നില്ല. അതിന്റെ പേരിൽ മഹാനവറുകൾ ചോദിക്കുകയാണ്, ആരെങ്കിലും പണം കൊണ്ടുത്തരുമോ? ബഹുമാനപ്പെട്ടവർ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ, സഹോദരന്മാരെ, എന്നെപ്പോലുള്ള ഒരു വിവരം കുറഞ്ഞ മനുഷ്യനല്ല, എന്നെപ്പോലൊരു പാപിയല്ല, മറിച്ച് ഔലിയാക്കളിൽ പ്രമുഖനായ വലിയാണ് ബഹുമാനപ്പെട്ട അബൂ തുറാബിൻ നഖ്ശബി. മഹാനവറുകളുടെ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ജനങ്ങൾക്ക് പലർക്കും നല്ല ബോധ്യമുണ്ട്. മഹാനവറുകൾ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ എനിക്കത് ദുനിയാവിൽ തന്നെയും നഷ്ടം വരുമോ എന്ന പേടി മുതലാളിമാരിൽ പലർക്കുമുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ മടിയിൽ കൊണ്ടുപോയി സ്വർണ്ണ നാണയം ചൊരിഞ്ഞു കൊടുത്തപ്പോ ആ ഇരുന്ന ഇരുത്തത്തിൽ തന്നെ സാധുക്കളെ ഓരോരുത്തരെയും വിളിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ വിതരണം ചെയ്യുകയാണ്. ആ വിതരണം ചെയ്യുന്ന സമയത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് പോയി, എന്നെയും വിളിച്ചിട്ട് കാശ് തരട്ടെ എന്ന നിലക്ക് പോയി നിന്നു. അദ്ദേഹത്തെ വിളിച്ചില്ല. വേറെയും പലർക്കും കൊടുത്തു. ഇയാൾ പിന്നെയും ഒന്ന് അപ്പുറമൊക്കെ പോയിട്ട് പിന്നെയും വന്നു, എന്നെ വിളിച്ചിട്ട് തരട്ടെ എന്ന് വിചാരിച്ചിട്ട് നിന്നു, കൊടുത്തില്ല. പലപ്പോഴും മുന്നിൽ പോയി നിന്നു, കൊടുത്തില്ല. കിട്ടിയത് മുഴുവനും സാധുക്കൾക്ക് കൊടുത്തു തീർത്തു. ഈ സാധു മനുഷ്യന് മാത്രം, ഒരാൾക്ക് മാത്രം കൊടുത്തില്ല. തീർന്നപ്പോൾ ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, നിങ്ങൾ പണം കയ്യിൽ വാങ്ങിയിട്ട് എത്ര പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു, എനിക്ക് മാത്രം നിങ്ങൾ എന്തേ തരാതിരുന്നത്? അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മോനെ, ഇന്നക ലൻ തഅരിഫൽ മുഅ്തിയ, നിനക്ക് കൊടുക്കുന്നവനെ അറിയില്ലടാ. നീ മനസ്സിലാക്കിയത് ഞാനാണ് കൊടുക്കുന്നതെന്നാണ്. ഞാൻ കൊടുക്കുന്നവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു ഹുവൽ മുഅ്തി, ഞാൻ സപ്ലൈ ചെയ്യുന്നവനാണ്, ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ്. യഥാർത്ഥത്തിൽ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു എന്നിലൂടെ, ഞാൻ മുഖേന കൊടുക്കുകയാണ്. ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ചോറിന്റെ പുറമേ കറി വേണ്ടതുപോലെ കിട്ടിയില്ലെങ്കിൽ, ചോറ് വേണ്ടതുപോലെ കിട്ടിയില്ലെങ്കിൽ സപ്ലൈക്കാരെ ആരെങ്കിലും കുറ്റം പറയാറുണ്ടോ? കൊടുക്കുന്ന കല്യാണക്കാരനെയല്ലേ കുറ്റം പറയാറുള്ളത്? കാരണം സപ്ലൈക്കാരനല്ലല്ലോ കൊടുക്കുന്നത്, നമ്മൾ കാണുന്നത് സപ്ലൈക്കാരനെയാണ്. നമ്മൾ ചിലപ്പോൾ ചോറിന് ആവശ്യപ്പെടുന്നത് സപ്ലൈക്കാരനോടാണ്, പക്ഷേ കൊടുക്കുന്നത് ഈ വീട്ടിന്റെ ഉടമസ്ഥനാണെന്ന് നമുക്ക് ഉറപ്പാണല്ലോ. റേഷൻ കടയിൽ നിന്ന് റേഷൻ വസ്തുക്കൾ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ സമരം ചെയ്യുന്നത് ഭക്ഷ്യവകുപ്പ് മന്ത്രിക്കെതിരെയാണല്ലോ, മുഖ്യമന്ത്രിക്കെതിരാണല്ലോ, റേഷൻ കടയിൽ ഇരിക്കുന്ന മനുഷ്യനെതിരായിട്ടല്ലല്ലോ. കാരണം ആളുകൾക്കറിയാം ഇവൻ വിതരണക്കാരനാണ്, കൊടുക്കുന്നത് സർക്കാരാണെന്നറിയാം. എന്നാ മനുഷ്യ, എല്ലാം കൊടുക്കുന്ന രാജാവ് വാസ്തവത്തിൽ അല്ലാഹു അല്ലേ? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമാ അന ഖാസിമുൻ, ഞാൻ സപ്ലൈ ചെയ്യുന്ന ആള് മാത്രമാണ്. വല്ലാഹു ഹുവൽ മുഅ്തി, യഥാർത്ഥത്തിൽ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്.
അപ്പൊ നബിയെ വിളിച്ചുകൊണ്ട് നമ്മൾ പല സങ്കടങ്ങളും പറയാറില്ലേ? നമ്മൾ സാധാരണ ബുർദ ബൈത്ത് ചൊല്ലുന്ന സമയത്ത് നബിയെ വിളിച്ച് സങ്കടം പറയാറുണ്ട്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി സങ്കടം പറഞ്ഞിട്ടുണ്ട്, നവവി ഇമാം സങ്കടം പറഞ്ഞിട്ടുണ്ട്. മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സങ്കടം പറയുന്ന പദ്യം എഴുതി വെച്ചിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളെ എല്ലാ കിതാബുകളിലും തന്നെ നബിയോട് അവിടുത്തെ ഖബറിന്റെ അടുക്കൽ പോയി സങ്കടം പറയാൻ വേണ്ടി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം മുസ്ലിമായ മനുഷ്യൻ വിശ്വസിക്കുന്നു, കൊടുക്കുന്നവൻ അല്ലാഹു തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതരണം ചെയ്യുന്ന വ്യക്തിയാണ്. ഈ ചിന്തയിലാണ് മുസ്ലിമായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്, അമ്പിയാക്കളോട് ചോദിക്കുന്നത്, ഔലിയാക്കളോട് ചോദിക്കുന്നത്. അത് ഇന്നലെ ഞാൻ വിവരിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് തന്നെയാണ് അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ നിനക്ക് കൊടുക്കുന്നവനെ അറിയില്ലടാ, നീ മനസ്സിലാക്കിയത് ഞാനാണ് കൊടുക്കുന്നതെന്നാണ്. അതുകൊണ്ട് എന്തു ചെയ്തു? നീ എന്റെ മുമ്പിൽ വന്നിട്ട് കുറെ ഇങ്ങനെ നിന്നു നോക്കി, നിന്റെ മനസ്സ് നീ അള്ളാഹുവിലേക്ക് തിരിച്ചില്ല. അള്ളാഹുവാണ് കൊടുക്കുന്നതെന്ന് നീ മനസ്സിലാക്കിയില്ല, ഞാനാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കി എന്റെ മുമ്പിൽ നീ കുറെ വന്നു നിന്നു. നീ കൊടുക്കുന്ന രാജാവിലേക്ക് നിന്റെ മനസ്സ് തിരിച്ചില്ല, എന്റെ മനസ്സ് നിന്നിലേക്ക് ആ രാജാവും തിരിച്ചില്ല. നിനക്ക് തരണമെന്ന് എന്റെ മനസ്സിൽ തോന്നിപ്പിക്കേണ്ടത് അള്ളാഹു അല്ലേ? അവനത് തോന്നിപ്പിച്ചില്ല. കാരണം എന്താണ്? നിങ്ങൾ എന്നോടുള്ള ഉടമ്പടി നിങ്ങൾ വീട്ടിത്തരൂ, നിങ്ങളോടുള്ള ഉടമ്പടി ഞാനും വീട്ടിത്തരാമെന്നല്ലേ അന്ന് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹു അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാ പറയുന്നത്, കൊടുക്കുന്ന രാജാവിലേക്ക് നിന്റെ മനസ്സ് നീ തിരിച്ചില്ല, അതുകൊണ്ട് എന്റെ മനസ്സ് ആ രാജാവ് നിന്നിലേക്കും തിരിച്ചില്ല. നീയും അടിമ തന്നെ, ഞാനും അടിമ തന്നെ, ഉടമസ്ഥൻ അല്ലാഹു തന്നെ. അപ്പൊ സഹോദരന്മാരെ, എല്ലാ കൊടുതിയും കൊടുക്കുന്നവൻ അല്ലാഹു ജല്ല ജലാലുഹു തന്നെ. മറ്റുള്ളതെല്ലാം കാരണങ്ങളാണ്. ഇനി ഞാൻ എന്റെ സഹോദരന്മാരോടൊരു കാര്യം കൂടി അവിടെ ഉണർത്തുകയാണ്. ചോദിക്കുന്ന വാചകമല്ല, ഓരോ സന്ദർഭങ്ങളിലും ഉദ്ദേശിക്കുന്ന ആശയമാണ് എവിടെയും പ്രസക്തിയുള്ളത് കേട്ടോ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയുന്നു. ഞാൻ പല പ്രസംഗത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനും എന്റെ മകനും എന്റെ ഡ്രൈവറും ഞങ്ങൾ ഒരു കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എന്റെ മകൻ ഡ്രൈവറോട് പറഞ്ഞു, ഒരു ചായ വേണം, ഒരു ചായ വേണം എന്നാവശ്യപ്പെട്ടു. എന്താണ് അതിന്റെ അർത്ഥം? ഈ ഡ്രൈവർ ഉടനെ തന്നെ കാറിൽ നിന്ന് കുറച്ച് ചായ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം എന്നാണോ? അല്ല. ഡ്രൈവറോട് ചായ വേണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അടുത്ത ഹോട്ടലിന്റെ അടുക്കൽ കാറ് നിർത്തണം എന്നാണ്. പറഞ്ഞത് ചായ വേണോന്നാണ്. അതിന്റെ മാന അടുത്ത ഹോട്ടലിന്റെ അടുക്കൽ കാറ് നിർത്തണം എന്നാണ്. ചോദിച്ചത് ചായ വേണം, അർത്ഥം കാറ് നിർത്തണം. അങ്ങനെ കാറ് കൊണ്ടുപോയി നിർത്തി. ഞാൻ ഉറക്കിലായിരുന്നു. കാറ് നിർത്തിയപ്പോ എന്റെ ഉറക്ക് തെളിഞ്ഞു. ഒരു ഉദാഹരണമാണ്. ഉറക്ക് തെളിഞ്ഞപ്പോ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, എന്താ കാറ് നിർത്തിയത്? അപ്പൊ എന്റെ മകൻ എന്നോട് പറഞ്ഞു, ഉപ്പാ ഒരു ചായ വേണം. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ അടുക്കളയിൽ പോണോന്നാ? ഞാൻ ചായ ഉണ്ടാക്കണമെന്നാ? അല്ല, പിന്നെ ചായന്റെ കേശ് കൊടുക്കണം എന്നാണ്. ചായ വേണമെന്ന് പറഞ്ഞാൽ ചായന്റെ പൈസ കൊടുക്കണം. ഞാനും മകനും ഡ്രൈവറും ഇറങ്ങി ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോ എന്നെ മുമ്പ് വാങ്ങിന് കൂട്ടിക്കൊണ്ടുപോയ ഒരു നല്ല മനുഷ്യനാണ് ഹോട്ടലിന്റെ കാഷ്യർ. അയാൾ കയറി ചെല്ലുമ്പോ തന്നെ ഉസ്താദ് എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പോവാണ്, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ചായ വേണം, 3 ചായ വേണം. എന്താ അതിന്റെ അർത്ഥം? ഈ കാഷ്യർ അടുക്കളയിൽ പോണോന്നാ? എന്നല്ല, ഞങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം ഇരിക്കാൻ കാണിച്ചു തരണമെന്ന് അതിന്റെ അർത്ഥം. ചായ വേണം തന്നെയാണ് പറഞ്ഞത്. അവിടെ പോയി ഇരുന്നപ്പോ ഒരു സപ്ലയർ വന്നു. അയാൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. 3 പൊടിച്ചായ വേണം. അതിന്റെ അർത്ഥം എന്താണ്? ഇയാൾ ചായ ഉണ്ടാക്കണമെന്നാ? അല്ല, പിന്നെ ചായ വേണമെന്ന് അടുക്കളയിൽ പോയി പറയണം എന്നാണ് അതിന്റെ അർത്ഥം. ചായ വേണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ചായ വേണമെന്ന് ചായ ഉണ്ടാക്കുന്ന ആളോട് പറയണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അയാൾ എന്ത് ചെയ്തു? വേഗം പോയിട്ട് 3 ചായ വേണം എന്ന് ആവശ്യപ്പെട്ടു.
ചായ വേണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ചായ വേണമെന്ന് പറയണം. അയാൾക്കത് മനസ്സിലായി. അയാൾ പോയി ചായ വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അവിടെ ചായ ഉണ്ടാക്കുന്ന ആള് ചായ ഉണ്ടാക്കി, 3 ചായ ഉണ്ടാക്കി. അപ്പോൾ ഈ വിതരണക്കാരനായ വ്യക്തി എനിക്കത് കൊണ്ടെത്തന്നു. എന്റെ കാഴ്ചയിൽ ചായ തന്നത് അദ്ദേഹമാണ്. ചായ വേണമെന്ന് ഞാൻ പറഞ്ഞതും അയാളോടാണ്. പക്ഷെ ഉണ്ടാക്കിയത് വേറൊരാളാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അടുക്കളയിൽ പോയിട്ട് ചായ ഉണ്ടാക്കുന്ന ആളോട് പറഞ്ഞു, പാചകക്കാരനോട് പറഞ്ഞു 3 ചായ വേണം. അയാൾ ചായ ഉണ്ടാക്കി തന്നു. ഇനി നിങ്ങളൊന്ന് നോക്കൂ, എല്ലാ സ്ഥലത്തും പറഞ്ഞ വാചകം ഒന്നാണ്. ഡ്രൈവറോട് മകൻ പറഞ്ഞത് ചായ വേണം, എന്നോട് മകൻ പറഞ്ഞത് ചായ വേണം, ഞാൻ കാഷ്യറോട് പറഞ്ഞത് ചായ വേണം, സപ്ലയറോട് പറഞ്ഞത് ചായ വേണം, ചായ ഉണ്ടാക്കുന്ന ആളോട് സപ്ലയർ പോയി പറഞ്ഞത് ചായ വേണം. 5 മാനക്കാണ്. വാചകം ഒന്നാണ്. ഇത് മനസ്സിലാക്കണം. നബിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞൊരാൾ രക്ഷിക്കാൻ അല്ലാഹുവല്ലാതെ കഴിയോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് എന്നെ രക്ഷിക്കണേ എന്നാണ് പറയാൻ പറഞ്ഞതാണ്. ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാലോ കാവൽ നൽകുന്നത് അള്ളാഹുവാ. പക്ഷേ കാക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു കാക്കാൻ ആവശ്യമായത് നിങ്ങൾ ശുപാർശ ചെയ്യണേ എന്നാണ്. ഓരോ സ്ഥലത്തും ഓരോ അർത്ഥമാണ്. ഇനി നിങ്ങൾ നോക്കൂ, അതേ എന്റെ മകൻ തന്നെ രണ്ടാമത് കാറിൽ കയറി ഞങ്ങൾ പിന്നെയും യാത്ര ചെയ്ത് മംഗലാപുരം വിട്ട് കുറെ അങ്ങോട്ടെത്തി. അപ്പോ മകൻ പറയാണ്, അള്ളാഹുവേ ഒരു ചായ വേണേ. എന്നാ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹ് അടുക്കളയിൽ പോണോന്നാ? അള്ളാഹു തആല കാറ് നിർത്തണോന്നാ? അള്ളാഹ് ഡ്രൈവറാ? അള്ളാഹു തആല കേസ് കൊടുക്കണം എന്നാണോ? അവിടെ അർത്ഥം എപ്പോഴും അള്ളാഹുവേ ചായ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് ചായ കിട്ടാൻ എന്തെല്ലാം സൃഷ്ടാവായ നീ ചെയ്തു തരേണ്ടതുണ്ടോ അതെല്ലാം നീ ചെയ്തു തരണേ എന്നാ വ്യാപകമായ അർത്ഥമാണ്. ചായ ഉണ്ടാക്കുന്ന ആൾക്ക് നല്ല മനസ്സ് തോന്നണം. ചായ ഉണ്ടാക്കുമ്പോൾ അയാള് കൈ പൊള്ളാതിരിക്കണം. പിന്നെ ഹോട്ടലിൽ നമ്മൾ നിർത്തുമ്പോൾ ഹോട്ടലിൽ ചായ തരുന്നാൾ ഉണ്ടാകണം. അതുപോലെ തന്നെ ചായ അവിടെ കൊടുക്കുന്ന സ്ഥലമാകണം. കാറ് നിർത്തുമ്പോൾ അപകടമില്ലാതെ നിർത്താൻ സാധിക്കണം. അങ്ങനെ തുടങ്ങി അള്ളാഹു ചെയ്യേണ്ട കാര്യങ്ങളൊന്നും 2 10 എല്ലാം നീ ചെയ്തു തരണേ എന്നാണ്. അപ്പൊ സൃഷ്ടികളോട് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന വാചകം എന്താണെങ്കിലും ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ ഓരോ അർത്ഥമാണ്. അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴുള്ള അർത്ഥം സൃഷ്ടിച്ചു തരണേ എന്നാണ്. സൃഷ്ടിച്ചു തരണേ എന്നാണ്. എല്ലാറ്റിനും കഴിവ് തരണേ എന്നാണ്. സൃഷ്ടികളോട് ചോദിക്കുമ്പോൾ അതിനർത്ഥം കാരണമായ വിധത്തിൽ പ്രവർത്തിക്കണേ എന്നാണ്. ഈ വേർതിരിവില്ലാത്തതിന്റെ പേരിൽ ലോക മുസ്ലിമീങ്ങളെ മുഴുവനും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുശ്രിക്കീങ്ങളായി ഒരു ചെറിയ ന്യൂനപക്ഷം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അള്ളാഹു അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു. നിന്നോട് തന്നെ ഞങ്ങൾ സർവ വിഷയങ്ങളിലും സഹായം തേടുന്നു. അല്ലാഹ്, ഞങ്ങൾ സഹായം തേടുന്നു എന്നാ പറഞ്ഞു. കാരണം അള്ളാഹുവിനോട് സഹായം തേടാത്ത ഒരു സൃഷ്ടിയും ഇല്ല. പടച്ചവന്റെ സഹായം ആവശ്യമില്ലാത്ത ഒരു സൃഷ്ടിയും ഇല്ല. അതുകൊണ്ട് ബഹുവചനം കൊണ്ടാണ് പറഞ്ഞത്. എല്ലാവർക്കും തേടാനുള്ളവൻ അല്ലാഹു തന്നെ. ഇനി തേടുന്നത് എന്താണ്? ഒരു മനുഷ്യന് ഏറ്റവും വലിയ ആവശ്യം എന്താണ്? ലോകത്ത് ഏറ്റവും വലിയ ഗുണമെന്താണ്? സഹോദരന്മാരെ, അത് ഹിദായത്ത് എന്ന് പറയുന്ന കാര്യമാണ്. ഹിദായത്തിന്റെ വെളിച്ചമാണ്. ഹിദായത്ത് എന്ന് പറഞ്ഞാലോ ഏതൊരു നല്ല കാര്യത്തിലേക്കും മനുഷ്യനെ തിരിക്കുന്നത് അള്ളാഹുവാണല്ലോ. കാരണം ഉടമസ്ഥൻ അവനാണല്ലോ. അതേ, അധികാരസ്ഥൻ അവനാണല്ലോ. അധിപൻ അവനാണല്ലോ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് ആരെയാണോ നയിക്കുന്നത് അവർക്കല്ലേ ആ വെളിച്ചം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് റബ്ബിൽ നിന്ന് കിട്ടേണ്ടത് ഹിദായത്തിന്റെ വെളിച്ചമാണ്, സന്മാർഗമാണ്. ആ സന്മാർഗത്തിലല്ലേ നമ്മളിപ്പോൾ ഉള്ളത്. അതൊന്ന് നിലനിർത്തി കിട്ടുകയും വേണം. അതുകൊണ്ട് തന്നെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം,
മനുഷ്യൻ പടച്ച റബ്ബിനോട് ചോദിക്കാൻ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നിങ്ങൾ ചോദിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ ഇവിടെ കച്ചവടത്തിൽ പൊളിഞ്ഞാൽ ഒന്നും ഇവിടെ വരാനില്ല. കാരണം തീരെ കച്ചവടമില്ലാത്തവർ ഇവിടെ ജീവിക്കുന്നില്ലേ? നിങ്ങൾ കണ്ടില്ലേ, അതാ ഇറാഖിലെ ഭരണാധികാരിയായ അതേ സദ്ദാം ഹുസൈനിലെ അയാൾ ഭരിച്ചിരുന്ന കാലത്ത് ജീവിച്ചു, ഇപ്പോഴും അയാൾ ജീവിക്കുന്നില്ലേ? ഭരിച്ചിരുന്ന കാലത്ത് അയാൾ ജീവിച്ചത് ഒരൽപ്പം കൂടുതൽ സന്തോഷത്തോടെ ആണെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ജീവിക്കുന്നില്ലേ? ആരെന്തിന് വിധിച്ചാലും നിശ്ചയിക്കപ്പെട്ട സമയത്തല്ലാതെ ഒരു മനുഷ്യനും മരിക്കുകയില്ലല്ലോ. ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, ഈ ഭൂമിലോകത്തുള്ള ജീവിതം അതിവരെ എല്ലാവരും ജീവിച്ചു കഴിയുന്നില്ലേ? ഇനിയിപ്പോൾ 10-47 കൊല്ലത്തോളം ഞാനിവിടെ ജീവിച്ചുവല്ലോ, അത് സന്തോഷത്തിലായിരുന്നു എന്ന് ഞാനിനി ചിന്തിച്ചതുകൊണ്ട് ഇനി എനിക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? അതേ സമയത്ത് ഞാൻ ചിന്തിക്കേണ്ടത് ഇനി അങ്ങോട്ടുള്ള ജീവിതം എനിക്ക് സന്തോഷമാകണം എന്നല്ലേ? അതിനു വേണ്ടിയല്ലേ മനുഷ്യൻ ആലോചിക്കേണ്ടത്? ഓ മനുഷ്യ, കഴിഞ്ഞ ജീവിതം കഴിഞ്ഞു പോയില്ലേ? വരുന്ന ജീവിതം ബാക്കിയല്ലേ? ആ ജീവിതത്തിന് കാലം എത്രയാണെന്ന് പരിധിയില്ലല്ലോ. അതൊരു 100, 1000, 10,000 അല്ലെങ്കിൽ ലക്ഷമോ കോടിയോ കൊല്ലമല്ലല്ലോ. നീണ്ട ജീവിതമുണ്ടല്ലോ, അത് ഞാൻ നമ്മൾ വിവരിച്ചിട്ടുണ്ടല്ലോ. ആ ജീവിതമല്ലേ നമുക്ക് ആവശ്യമുള്ളത്. ആ ജീവിതം നമുക്ക് സുഖമാകാൻ, ആ ജീവിതം ക്ലിയറാകാൻ, തീരാത്ത കാലമുള്ള ജീവിതം നമുക്ക് വിജയകരമാകാൻ അതിന് ഹിദായത്തിന്റെ വെളിച്ചമല്ലേ ആവശ്യം. അതുകൊണ്ട് തന്നെ ഹിദായത്തിന്റെ വെളിച്ചമാണ് രാജാവിനോട് ചോദിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരെയുള്ള വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണേ അല്ലാഹ്. ദുർബലനായ മനുഷ്യൻ ചോദിക്കുകയാണ്. നമുക്ക് പലപ്പോഴും തോന്നുക ബുദ്ധിയില്ലാതിരിക്കുമ്പോ നമ്മളെ പവർ കൊണ്ട് പലതും നമ്മൾ നേടുമെന്നാണ്. ഞാൻ ഓർക്കുകയാണ്, എന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ അതും കേൾക്കും ഇതും കേൾക്കും, നിന്നെയോ ഞാൻ അതും പഠിക്കും ഇതും പഠിക്കും, എന്നിട്ട് ഞാൻ ഏതാണ് ശരിയെന്ന് കണ്ടെത്തും. ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ ചോദിച്ചു, അതിന് മാത്രം നിങ്ങൾക്ക് സാധിക്കുമോ? ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ മറുപടി, എന്തേ എനിക്ക് ബുദ്ധിയില്ലേ? ബുദ്ധിയുള്ള എനിക്ക് എന്തേ സത്യം കണ്ടെത്തിക്കൂടെ? ഞാൻ ചോദിച്ചു, മോനെ, ഇവിടെ ഇന്റർനെറ്റ് യുഗമല്ലേ ഇത്? ക്ലോണിംഗ് യുഗമല്ലേ ഇത്? ഈ നാദാപുരത്തിൽ അമേരിക്കയിലേക്ക് സംസാരിക്കുന്ന യുഗമല്ലേ ഇത്? ചോദിക്കട്ടെ, ഈ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സത്യമായ ആശയത്തിൽ ഈ ബുദ്ധി മുഴുവനും ഉണ്ടായിട്ട് അവർക്ക് എത്താൻ പലർക്കും സാധിച്ചില്ലല്ലോ. അമേരിക്കയുടെ പ്രസിഡന്റിന് വലിയ അധികാരമുണ്ടായിട്ട് സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയത്തിൽ എത്താൻ സാധിച്ചില്ലല്ലോ. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നിങ്ങൾക്കറിയില്ലേ? മുതഅല്ലിമീങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളൊക്കെ നല്ല തലപ്പാവും ധരിച്ചിട്ട് തന്നെ നന്നായി ഇൽമു പഠിക്കണം. അതോടുകൂടെ തന്നെ നിങ്ങൾ ഭൗതികമായ അറിവുകളും പരമാവധി നേടാൻ വേണ്ടി ശ്രമിക്കണം. അതാ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ തലപ്പാവ് അഴിക്കേണ്ടതില്ല. ഭൗതികമായ അറിവ് നേടണമെങ്കിൽ വെള്ളക്കുപ്പായം ഒഴിവാക്കേണ്ടതില്ല, തലപ്പാവ് അഴിച്ചു മാറ്റേണ്ടതില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നിങ്ങൾ നോക്കൂ, അയാൾ അമേരിക്കയിൽ പോയി പ്രസംഗിക്കുന്നില്ലേ? ലണ്ടനിൽ സമ്മേളനത്തിന് പോകുന്നില്ലേ? അദ്ദേഹം തലപ്പാവ് അഴിച്ചു വെക്കുന്നില്ലല്ലോ, താടി അദ്ദേഹം പരണ്ടുന്നില്ലല്ലോ. അതിന്റെ പേരിൽ അദ്ദേഹത്തിനൊരു കുറവും ഇന്ത്യയിലെ 100 കോടിയോളം വരുന്ന ജനങ്ങൾ കൽപ്പിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ തലപ്പാവ് ധരിച്ചാലും അതേ, അതുപോലെ താടി വെച്ചാലും അതുപോലെ എന്ത് കാര്യമുണ്ടായാലും മനുഷ്യന് ഭൗതികമായ നേട്ടം കുറഞ്ഞു പോകുമെന്നൊരു ധാരണ പരിഷ്കാരിയായ ചെറുപ്പക്കാരാ നിന്നെ പിടികൂടേണ്ടതില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയായ മനുഷ്യൻ, അദ്ദേഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ കലിമത്തിന്റെ വെളിച്ചം കിട്ടിയിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടല്ലല്ലോ. അതുപോലെ അതാ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടില്ലല്ലോ, വേറെയും പല മുഖ്യമന്ത്രിമാർക്കും കിട്ടിയിട്ടില്ലല്ലോ. ഈ വെളിച്ചം അല്ലാഹു നൽകുന്ന വെളിച്ചമല്ലേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ കനാനിന് കിട്ടിയിട്ടില്ലല്ലോ,
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതൃ സഹോദരൻ ആസറിന് കിട്ടിയിട്ടില്ലല്ലോ. എന്തിനധികം പറയണം, ലോകത്തെ ഏറ്റവും വലിയ നേതാവായ സയ്യിദുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനായ അബൂലഹബിന് കിട്ടിയിട്ടില്ലല്ലോ. സാധുക്കളായ നമുക്ക് അല്ലാഹു കനിഞ്ഞേകിയതല്ലേ അള്ളാഹുവിന്റെ ഈ വെളിച്ചം. അത് തന്നെയല്ലേ ഖുർആൻ പറയുന്നത്, ഓ നബിയേ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ. നമ്മൾ ഉദ്ദേശിച്ച അടിമകളെ നമ്മൾ ആ പ്രകാശത്തിലേക്ക് വഴിതിരിക്കും. അങ്ങനെയുള്ളൊരു പ്രകാശമാണ് പരിശുദ്ധ ഖുർആൻ, അങ്ങനെയുള്ളൊരു പ്രകാശമാണ് ഈമാൻ. ഇത് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നു, വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. നബിയേ, നിശ്ചയമായും താങ്കൾ സദാ നേരെയുള്ള സന്മാർഗത്തിലേക്ക് ജനങ്ങളെ ഹിദായത്താക്കുന്ന ആളാണ് നബിയേ. എന്നാൽ അതേ ഖുർആനിൽ തന്നെ വേറൊരു സ്ഥലത്ത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, താങ്കൾ ഇഷ്ടപ്പെട്ടവരെ താങ്കൾ ഹിദായത്താക്കുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ രണ്ട് ആയത്തും തമ്മിൽ എതിരുണ്ടോ? ഇല്ല. ഹിദായത്താക്കുകയില്ലെന്ന് പറഞ്ഞാൽ ഹിദായത്ത് കൊടുക്കുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല. എന്നാൽ തങ്ങൾ ഹിദായത്താക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞതിന്റെ അർത്ഥമോ, അതേ ഹിദായത്തിന്റെ കാരണക്കാരനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഹിദായത്ത് വിതരണം ചെയ്യുന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിതരണം ചെയ്യുന്ന വ്യക്തി എന്ന നിലക്ക് നബി തങ്ങൾ ഹിദായത്താക്കുന്ന ആളാണെന്ന് നമുക്ക് പറയാം. ഏതുപോലെ ബദരീങ്ങൾ കാക്കുന്നവരാണെന്ന് പറയുന്നത് പോലെ, ഡോക്ടർ രക്ഷപ്പെടുന്നവരാണെന്ന് പറയുന്നത് പോലെ, ആ യന്ത്രം എന്നെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് പോലെ, അതുപോലെ ഔലിയാക്കൾ കാക്കുമെന്ന് പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിദായത്താക്കുന്ന ആളാണെന്ന് പറയാം. അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹിദായത്താക്കുകയില്ല എന്നും ഖുർആനിലുണ്ട്. അതിന്റെ അർത്ഥം ഹിദായത്തിനെ സൃഷ്ടിക്കുന്നവരല്ല മുഹമ്മദുർ റസൂലുള്ളാഹി, ഹിദായത്തിനെ വിതരണം ചെയ്യുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ അർത്ഥ വ്യത്യാസങ്ങൾ വേർതിരിച്ചറിയാത്തത് കൊണ്ടാണ് വാസ്തവത്തിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇന്ന് വരെ ഉള്ള മുസ്ലിമീങ്ങൾ ശിർക്ക് ചെയ്ത മുശ്രിക്കീകളാണെന്ന വാദമുന്നയിച്ച് ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയത് കേട്ടോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അള്ളാഹു കൊടുക്കുന്ന വെളിച്ചമാണ് ഹിദായത്ത്. അത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ കൊടുക്കും. അത്ഭുതമല്ലേ അതിന്റെ കാര്യം? വലിയ അത്ഭുതമല്ലേ അതിന്റെ കാര്യം? ആ ഹിദായത്തിന്റെ വഴിക്ക് ഖുർആൻ പറയുന്ന പേരാണ് സിറാത്തും മുസ്തഖീം, നേരെയുള്ള മാർഗം. സബീൽ, സബീൽ, ത്വരീഖ്, ത്വരീഖത്ത്, മൻഹജ്, ഇങ്ങനെ തുടങ്ങി ധാരാളം വാചകങ്ങൾ അതിന് പറയാം. മദ്ഹബ്, മൻഹജ്, സബീല്, തരീഖ്, തരീഖത്ത് എന്നൊക്കെ പറഞ്ഞാൽ മാർഗം, മാർഗം, മാർഗം എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ ഇവിടെ അല്ലാഹു തആല സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന സിറാത്ത് എന്ന പേര്, ആ വാചകം തന്നെ എന്തിനുപയോഗിച്ചു? അതിനെ സംബന്ധിച്ച് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ മനുഷ്യ, നീ സ്വർഗത്തിൽ നിന്ന് വന്നവനല്ലേ? ബാപ്പ സ്വർഗത്തിലായിരുന്നില്ലേ? ഉമ്മയും സ്വർഗത്തിലായിരുന്നില്ലേ? ആ സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ച് തറവാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവനല്ലേ നീ? ആ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ നരകത്തിന്റെ മേലെയുണ്ടല്ലോ സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലം വെക്കാൻ. ആ പാലം വഴിയായിട്ടല്ലാതെ നിനക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ലല്ലോ. ആ സ്വർഗത്തിലേക്ക് നീ എത്തേണമെങ്കിൽ ഭൂമിയിൽ നീ നേരെയുള്ള സിറാത്ത്, നേരെയുള്ള വഴി പിന്തുടർന്നേ പറ്റൂ. ആ ഖിയാമത്ത് നാളിൽ ആഖിറത്തിലുള്ള സിറാത്ത് പാലത്തെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ സൂചിപ്പിക്കാനാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന സിറാത്ത് എന്ന പദം തന്നെ അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുള്ളത്, അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്.
ശരി സഹോദരന്മാരെ, ഈ ഹിദായത്ത് അതിനൊരുപാട് വിവരണങ്ങൾ നൽകാനുണ്ട്. ഹിദായത്ത് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും വേണമല്ലോ നമുക്ക് അള്ളാഹുവിന്റെ വഴി തിരിക്കൽ. ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ നിൽക്കുന്നു. ഏത് നല്ല കാര്യമാണ് പറയേണ്ടത് ആ വഴിയിലേക്ക് എന്റെ മനസ്സ് അള്ളാഹു തിരിക്കണം, എന്റെ നാവിനെ അള്ളാഹു തിരിക്കണം. അല്ലേ, എന്റെ ശക്തി കൊണ്ടല്ലല്ലോ ഞാൻ ഈ കളിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ശക്തി കൊണ്ടല്ലല്ലോ നിങ്ങൾ കളിക്കുന്നത്, മുഴുവനും റബ്ബിൽ നിന്നല്ലേ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനും അഹങ്കാരത്തിന് അവകാശമില്ല, ഞാനെന്ന് വിചാരിക്കാൻ അവകാശമില്ല. ഇന്നലെ ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ഉണർത്തുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു. ആ പുസ്തകത്തിൽ പെന്നിന്റെ നിബിങ്ങനെ എഴുതുന്നത് കാണുകയാണ്. ആ പുസ്തകത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഉറുമ്പ്, ആ ഉറുമ്പിന്റെ ധാരണ ഈ എഴുതുന്നത് പെന്നിന്റെ നിബാണെന്നാണ്. പക്ഷേ ആ ഉറുമ്പ് ഒന്നുകൂടി നോക്കിയിരുന്നുവെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും നിബല്ല പെന്നാണ്. ഒന്നും കൂടി നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും അല്ല പെന്നല്ല കയ്യാണ്. ഒന്നും കൂടി നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും വെറും കയ്യല്ല, കയ്യിന്റെ പിന്നിൽ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനാണെന്നത് ഒന്നുകൂടി ചിന്തിച്ചാൽ അറിയാൻ കഴിയും ആ മനുഷ്യന്റെ ആത്മാവാണ്, മനുഷ്യന്റെ മനസ്സാണ്. ഒന്നുകൂടി ചിന്തിച്ചാൽ അറിയാൻ കഴിയും ആ മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ, ആ ആത്മാവിനെ കൊടുത്തവൻ, ആ ശരീരത്തെ ഉണ്ടാക്കിയവൻ, ആ കയ്യിനെ പടച്ചവൻ, ആ വിരലിനെ ഉണ്ടാക്കിയവൻ, ആ പെണ്ണ് കയ്യിൽ കൊടുത്തവൻ, അപ്പോൾ എഴുതാൻ തോന്നിപ്പിച്ചവൻ. അങ്ങനെ നോക്കുമ്പോൾ ഈ എഴുത്ത് അല്ലാഹുവിൻ്റെതാണല്ലോ, പടച്ചവന്റേതാണല്ലോ, എഴുത്തുകാരൻ്റെതല്ലല്ലോ. എല്ലാം മടങ്ങുന്നത് അല്ലാഹുവിലേക്ക് തന്നെ. അതിനാൽ മനുഷ്യനെപ്പോഴും പൂർണ്ണമായി അല്ലാഹുവിൽ ലയിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാകണം, അല്ലാഹുവിലേക്ക് തിരിഞ്ഞ മനസ്സുകാരനാകണം. ആ നിലക്കുള്ളൊരു മനസ്സുകാരനായി നമുക്കെന്നും ജീവിക്കാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ഹിദായത്തിന്റെ വെളിച്ചം ലഭിച്ചിട്ടുള്ള നമ്മൾ ഒരു ദിവസം ചുരുങ്ങിയത് 17 പ്രാവശ്യം പടച്ച റബ്ബിനോട് കൃത്യമായി അങ്ങ് പ്രാർത്ഥിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഈ നേരെയുള്ള വഴിയിൽ തന്നെ എന്നെ സ്ഥിരപ്പെടുത്തി എന്നെ വഴി നടത്തണേ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഈ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വര വരക്കുന്നു സഹാബത്തിന്റെ മുന്നിൽ. ആ വര വരച്ചതിന് ശേഷം അവിടുന്ന് പറയുന്നു, ഹാദിഹി സബീലുല്ലാഹ്, ഇത് അല്ലാഹുവിലേക്ക് ചെന്നു ചേരുന്ന വഴിയാണ്. നേരെയുള്ള ഒരു വര. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പുറവും ഇപ്പുറവും ഒക്കെ വേറെ ചില വര വരക്കുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു വര നേരെ വരുന്നു. ശേഷം അപ്പുറവും ഇപ്പുറവും ഇടത്തും വലത്തും വരച്ചതിന് ശേഷം പറഞ്ഞു, ഹാദിഹി സുബുലുൻ, ഇതെല്ലാം വഴികൾ തന്നെയാണ്. അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താൻ, ഓരോ വഴിയുടെ അടുക്കലും ഓരോ ശൈത്താൻ ഉണ്ട്. യദ്ഉ ഇലൈഹി, അതിലേക്ക് ക്ഷണിക്കാൻ. ആ ശൈത്താൻ നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോയി വഴി തെറ്റിക്കും എന്ന അർത്ഥത്തിൽ അവിടുന്ന് പറഞ്ഞു. വഖറഅ, എന്നിട്ട് അവിടുന്ന് ഓതി, അന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ, ഇത് നേരെയുള്ള വഴിയാണ്. ഫത്തബിഊഹു, അതിനെ നിങ്ങൾ പിന്തുടരുക. ഈ നേരെയുള്ള വഴി ഏതാണ്? മഹാന്മാരായ അമ്പിയാക്കൾ നടന്നു വന്ന വഴി, അല്ലാഹുവിന്റെ സാലിഹീങ്ങൾ നടന്നു വന്ന വഴി, അതാണ് അസ്സിറാത്തുൽ മുസ്തഖീം. അതിലേക്ക് വഴി തിരിക്കണമെന്നാണല്ലോ പറഞ്ഞത്. ഇതിന്റെ വിവരണം നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, നേരെയുള്ള വഴി എന്ന് പറഞ്ഞാൽ വളവില്ലാത്ത വഴിയാണല്ലോ, അതേ ദീർഘമല്ലാത്ത വഴിയാണല്ലോ. അതെന്താണ്? എല്ലാ വിഷയത്തിലും മിതത്വമുണ്ടാവുക എന്നതാണ്. എല്ലാ വിഷയത്തിലും മിതവാദിയായിരിക്കണം. തീവ്രവാദിയാകരുത്, ഭീകരവാദിയാകരുത്, തീരെ ഭീരുവുമായി പോകരുത്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കൾ സ്വീകരിച്ച മാർഗം
മിതത്വമാണ്. ആ മിതത്വം നിങ്ങൾ എല്ലാ വിഷയത്തിലും ഉള്ളവരാകണം. അതുള്ളവരാക്കി തരണമെന്ന് ഈ ആയത്തിന്റെ അർത്ഥത്തിൽ സൂചനയുണ്ടെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറയുന്നു. ഇതുപോലെ ബഹുമാനപ്പെട്ടവർ വിവരിക്കുകയാണ്, അമ്പിയാക്കൾ ധാരാളം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടല്ലോ. ആ ത്യാഗം സഹിച്ചവർ അവർ പൂർണ്ണമായി അല്ലാഹുവിന് അവരുടെ ശരീരവും മനസ്സും സമ്പത്തും വിട്ടുകൊടുത്തിട്ടുണ്ടല്ലോ. മഹാനവറുകൾ പറയുകയാണ്, കണ്ടില്ലേ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു മകനെ അറുക്കാൻ കൽപ്പിച്ചപ്പോൾ അല്ല പറഞ്ഞതാണെന്ന നിലക്ക് മഹാനതിന് തയ്യാറായില്ലേ? എന്നാൽ സ്വന്തം ശരീരത്തെ അറുക്കാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടെന്ന് കേട്ടപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം ശരീരം അറുക്കാൻ വേണ്ടി അനുവദിച്ചു കൊടുത്തില്ലേ? മഹാനായ ഇമാം റാസി ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുകയാണ്, ഓ മക്കളെ, കടലിലേക്ക് വലിച്ചെറിയപ്പെടാനുള്ള തീരുമാനം വന്നപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിനും നിന്നുകൊടുത്തില്ലേ? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വലിയ മഹാനായി, വയസ്സ് 40 മേലെയായി, നുബുവത്ത് കിട്ടി, ഉന്നത സ്ഥാനത്തെത്തിയതിനു ശേഷം അല്ലാഹു പറയുന്നു, മൂസാ നബിയെ, നിങ്ങളെക്കാൾ ചെറിയ ഒരാളുടെ അടുക്കൽ പോയി ഓതിപ്പടിക്കണം. നിങ്ങൾ ചിന്തിക്കണം ഞാൻ പറഞ്ഞ വാചകം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ നേതാവാണ്, വലിയ ആലിമാണ്. മൂസാ നബിയുടെ വിവരം ഒരിക്കലും ഖദിർ അലൈഹിസ്സലാമിനില്ല. മൂസാ നബി അലൈഹിസ്സലാം ഉലുൽ അസ്മുകളിൽപ്പെട്ട റസൂലാണ്. മൂസാ നബിയുടെ ബഹുമാനം ഖിദിർ നബിക്കില്ല. അതുപോലെ 5 മുർസലീങ്ങളായ മഹാന്മാർ, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുർസലീങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ളവരാണവർ. അവരുടെ ബഹുമാനം വേറെ ഒരു റസൂലിനും ഇല്ലല്ലോ. എന്നാൽ ഖദിർ അലൈഹിസ്സലാം നബിയാണോ വലിയാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ 2 പക്ഷമാണ്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അതേ അവിടുന്ന് വലിയാണെന്ന് പറയുമ്പോൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അസഹായ അഭിപ്രായം നബിയാണെന്നതാണെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് അവിടുത്തെ തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ശരി, നബിയാണോ വലിയാണോ എന്ന് സംശയമുള്ള ഒരു വ്യക്തി ഉലുൽ അസ്മുകളിൽപ്പെട്ട റസൂലിന്റെ സ്ഥാനം ഉണ്ടാവുകയില്ലെന്ന് ഉറപ്പാണല്ലോ. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമിന് പഠിച്ചവന്റെ നിർദ്ദേശമാണ്, നിങ്ങളെക്കാൾ താഴെയുള്ള, നിങ്ങളെക്കാൾ ചുവടെയുള്ള ഒരു പണ്ഡിതന്റെ സമീപത്ത് എന്ന് നിങ്ങൾ ഇൽമു പഠിക്കൂ എന്ന് പറഞ്ഞപ്പോ മൂസാ നബിക്കൊരൽപ്പവും അഹങ്കാരം തോന്നിയില്ല. അവിടെ പടച്ചവനോട് ധിക്കാരം തോന്നിയില്ല. എന്ത് ത്യാഗം സഹിച്ചു ഞാനതിന് തയ്യാറാണെന്ന നിലയ്ക്ക് മൂസാ നബി പൂർണ്ണമായി പടച്ച റബ്ബിന് വഴിപ്പെട്ട് ഖദിർ അലൈഹിസ്സലാമിന്റെ കൂടെ യാത്ര ചെയ്തുവല്ലോ. പടച്ചവന് വഴിപ്പെടുന്ന അമ്പിയാക്കളുടെ ശൈലിയാണത്. ഇമാം റാസി പിന്നെയും പറയുന്നു, യഹ്യാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? സക്കരിയ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അവരെ ശത്രുക്കൾ കൊന്നുകളയുകയല്ലേ ചെയ്തത്? കൊല്ലുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ഒരു മരത്തിന്റെ സമീപത്ത് ചെന്ന് ആ മരം കൊണ്ട് രക്ഷ തേടാമെന്ന് മനസ്സിലാക്കിയപ്പോ ആ മരം പിളർന്ന് നിന്നുകൊടുത്തു. മരത്തിന്റെ ഉള്ളിലേക്ക് മഹാനവറുകൾ അങ്ങ് കയറിയപ്പോ ആ മരം കൂട്ടിപ്പിടിച്ച് ശത്രുക്കളിൽ നിന്ന് രക്ഷ കൊടുക്കുമ്പോൾ ശത്രുക്കൾ വന്ന് ആ മരം നേരെ വാള് വെച്ച് ഈർന്നെടുത്തുകൊണ്ട് 2 കഷ്ണമായങ്ങ് മുറിച്ചിട്ടില്ലേ? അപ്പോൾ ക്ഷമിച്ചില്ലേ നബിമാർ? ആ നിലക്ക് ക്ഷമിച്ചു നിന്നുകൊണ്ട് ദീനീ പ്രവർത്തനം നടത്തണം. ക്ഷമിച്ചു നിന്നുകൊണ്ട് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കണം. എറിഞ്ഞാലും പിളർന്നാലും കൊന്നാലും അതൊക്കെ എന്റെ റബ്ബെനിക്ക് തരുന്നതാണെന്ന നിലക്ക് ക്ഷമയോടെ ദീനീ പ്രവർത്തനം നടത്തണം. അതാണ് സിറാത്തുൽ മുസ്തഖീം. അമ്പിയാക്കളുടെ വഴിയിൽ എന്നെ നീ ഹിദായത്തിൽ നടത്തണേ അല്ലാഹ്.
ഏത് പ്രശ്നം വരുമ്പോഴും പതറിപ്പോകാതെ ഭീരുത്വം കാണിക്കാതെ നാം ഉറച്ചു വിശ്വസിക്കുന്ന വിശ്വാസത്തിലും ആദർശത്തിലുമായി ധീരതയോടെ ദീനീ പ്രവർത്തനം നടത്തണം. എല്ലാവരും യാത്ര പോകുന്നവരാണ് പാരത്രിക ലോകത്തേക്ക്, ഞാനും പോകുന്നവനാണ്. പോകുന്നതിന് മുമ്പ് എനിക്ക് കൽപ്പനയ്ക്ക് വിധേയമായി ജീവിച്ചു മരിക്കണം. ഈ ചിന്തയോടെ ജീവിക്കണം. ഈ ഒരു നിലക്കുള്ള ഹിദായത്ത് അതല്ലേ ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം.